സോഫി ഗുഡ് മോർണിംഗ്. അതാ സോറോ ഗുഡ് മോർണിംഗ്. സുഖിന് മണക്കണല്ലോ. സുഖി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാവിലെ എന്ത് ചെയ്തു നീ? നമ്മളെന്തപ്പോ ജിമ്മിൽ പോവാത്തത്? എന്താ ഇങ്ങനെ ആയിണ്ട്? എപ്പ മുതൽ പോണുണ്ട്? നാളെ സിനിമയ്ക്ക് പോകുമോ? അത് കഴിഞ്ഞ് മറ്റന്നാൾ തുടങ്ങാം. നാളെ നീള ഇത്ര നാള് ഫുട്ബോളിന്റെ പേര് പറഞ്ഞിട്ടായിരുന്നു. മടിയല്ല ശരിക്ക്. ഈ ഫുട്ബോൾ 4 മണിക്ക് കഴിഞ്ഞ് കിടന്നാ പിന്നെ എങ്ങനെ പോകും രാവിലെ? റൊട്ടീൻ മാറിയില്ല, റൊട്ടീൻ തിരിച്ച് കൊണ്ടുവരണം. അതുകൊണ്ട് 2 ദിവസം. അതാ കറണ്ട് പോയല്ലോ മക്കൾസ്. മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായി, കറണ്ട് പോയി നോക്കട്ടെ. അപ്പൊ ഞാൻ എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് തുടങ്ങണം ഇന്ന് ഡേ. ഇന്ന് ഇതാണ്, എന്താണ്, റൈസിൻസ് വാട്ടർ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഔട്ട്ഡോറിലാണ്. എന്നെയൊന്നുമില്ല, എങ്ങനെയൊക്കെ ഇട്ടുണ്ട്. ഇന്ന് നമ്മള് എന്താണ്, സവർഡോ ബ്രെഡ്, പിന്നെ ഞാൻ ഉണ്ടാക്കിയ അവക്കാഡോ ടോസ്റ്റ്, പിന്നെ കാടമുട്ട. കാരണം കാടമുട്ട എക്സ്പയറി ഉണ്ട് അത്ര. പിന്നെ ഇവരെന്ന് വാങ്ങിയേ കൊള്ളൂല. ഇനി മുതൽ ഇവരെന്ന് വാങ്ങരുത്. മറ്റേ കേരള വണ്ടിയിൽ നിന്ന് വാങ്ങിയത്. അത് കുറേ ഉണ്ട് കേടായിട്ട്. ഇത് സാൻഡ്വിച്ച് പോലെ കഴിക്കാം. അവരൊക്കെ വയറു നിറയെ കാടമുട്ട കഴിച്ചിട്ട് വന്നിക്ക്. എങ്ങനെ പോയാലും ഒരു 4 എണ്ണം വെച്ച് കഴിച്ചിട്ടുണ്ട് അവിടെ ഉണ്ടാവും. ടയേർഡാവുന്നു. ശരിയാകും. I'm good. I'm healthy. നമുക്ക് അങ്ങനെ വിചാരിക്കാം. അപ്പം എല്ലാം വേഗം റെഡിയാണ്. പക്ഷേ ഈ അലർജി ഇത്ര വലിയ സംഭവമാണെന്ന് അറിയണ്ടായിരുന്നു. ഇത്ര സീരിയസ് ആവുമെന്ന് വിചാരിച്ചില്ല. ഒരു തുമ്മലല്ലേ, അങ്ങനെ വിചാരിച്ചു. പക്ഷെ അത് നമ്മളെ മൊത്തത്തിൽ തളർത്തിക്കളയും. കുറെ നാളായില്ലേ നമ്മൾ ഇവിടുന്ന് കണ്ടിട്ട്. എടുക്കാത്തത് തന്നെ ഞാൻ മനഃപൂർവ്വം. കാരണം എന്താപ്പോ ഡെയിലി വർക്ക് ചെയ്യണത് ഇങ്ങനെ കാണിക്കാനുള്ളത്. വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, വർക്ക് ചെയ്യാണ്ട് പൈസ കിട്ടില്ലല്ലോ. ഇപ്പോൾ സമയം കറക്റ്റ് 1:30. ലോഗിൻ ചെയ്തു. ഒരു ഗ്രീൻ ടീ കുടിക്കാൻ വിചാരിച്ച്. പിന്നെ വയ്യാന്ന് പറഞ്ഞിങ്ങനെ വിചാരിക്കുമ്പോൾ ഞാൻ കൂടുതൽ കിടപ്പിലായി പോവാം. ഐ മീൻ ഭയങ്കര ടയേർഡ്നെസ്. ഒന്ന് ഈ റൂട്ടീനിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കാരണം എന്നും 4 മണി വരെ ഒക്കെ എണീറ്റിരുന്ന്, പിന്നെ ആ 4 മണി വരെ എണീറ്റിരിക്കുന്നത് മാത്രമല്ല, ഈ ഫുട്ബോൾ മാച്ച് കാണാൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നും. അറ്റ്ലീസ്റ്റ് പോപ്കോണ്, ചില്ലി ചിക്കൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓൾ ടൈം തിന്ന് 11 മണി വരെ, 10:30-11 മണി വരെ കിടന്ന് ഉറങ്ങി. ആ പഴയ പോലത്തെ ആ ഒരു സ്ലോ മോർണിംഗ്, ആ രാവിലത്തെ ഒരു വെളിച്ചം, അതൊന്നും ഇപ്പം ഇല്ല കുറച്ച് ദിവസമായിട്ട്, കുറച്ച് ആഴ്ചകളായിട്ട്. അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ ഫിഫ കഴിഞ്ഞല്ലോ. 4 കൊല്ലം കൂടുമ്പോഴല്ലേ ഉള്ളൂ, കുഴപ്പമില്ല. അപ്പോൾ ഫിഫ കഴിഞ്ഞു. ഇനി നമ്മളെ റൂട്ടീനിൽ വരണം. ഞാൻ ശരിക്ക് ഇന്നലെ മുതൽ റൂട്ടീനിൽ വരാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. അപ്പോൾ സുഖി പറഞ്ഞ് ബുധനാഴ്ചത്തേക്ക് മൂവി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നലെ ജിമ്മിൽ പോയി ഇന്ന് പോകാണ്ടിരിക്കും. തിരിച്ച് ഭയങ്കര ബോഡി പെയിൻ ആവും. കാരണം ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഒരു ദിവസം ജിമ്മിൽ പോയാൽ അടുത്ത ദിവസം പോകണം എന്തായാലും. ഇല്ലെങ്കിൽ നമുക്ക് നല്ല കാലുവേദന ഇതൊക്കെ, പിന്നെ മടിയാകും അതിൻ്റെ അടുത്ത ദിവസം പോകാം. അപ്പം ഞാൻ പറഞ്ഞു ശരി, വെനസ്ഡേ മൂവിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ രാവിലെ, അന്ന് മൂവി കഴിഞ്ഞിട്ട് തേഴ്സ്ഡേ മുതൽ ജിമ്മ് പോവാ പറഞ്ഞു. പിന്നെ ഇന്നലെ ഈവനിങ് വാക്കിന് പോയപ്പോൾ പ്രശാന്തിനെ കണ്ടപ്പോഴാണ് പറഞ്ഞത് തേഴ്സ്ഡേനാണ് മൂവി ബുക്ക് ചെയ്തിട്ടുള്ളത്. പ്രശാന്തും ഉണ്ട്, ഞങ്ങൾ 3 പേരുമാണ് പോണത്. ഏതാ മൂവി എന്ന് ഞാൻ നാളെ പറയാം. അപ്പം നാളെ മൂവിക്ക് പോവാം.
അപ്പൊ പിന്നെ ഇന്ന് സുഖി പറഞ്ഞു എന്നാ പിന്നെ ഇന്ന് പോകണ്ട ജിമ്മില്. അങ്ങനെ നീണ്ടു പോവാം. വെയിറ്റ് ഒക്കെ ഞാൻ ചെക്ക് ചെയ്തു, വെയിറ്റ് ഒക്കെ സെയിം തന്നെ. ഞാനിപ്പോ ഐ എം ലൈക്ക് സ്വിങ്ങിങ് ഇൻ ബിറ്റ്വീൻ 53 and 54. 53.5, 54.5 അതങ്ങനെ ഉണ്ടാവും. ജിമ്മിൽ പോകാണ്ട് പെട്ടെന്ന് പോയാൽ ഒരു 54.6, 54.8 ഒക്കെ ഉണ്ടാവും, 55ന്റെ അടുത്ത്. ഇറ്റ്സ് ഐഡിയൽ വെയിറ്റ് ബൈ ദ വേ, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് വെയിറ്റ്, റൈറ്റ്? എനിക്ക് തോന്നുന്നുണ്ട് എന്തോ പോലെ ബോഡി വീക്ക് ആവണ പോലെ. അപ്പൊ നമ്മള് ഇനി അങ്ങോട്ട് റെഗുലർ ആവാണ്. എനിക്ക് ഇതുകൊണ്ടാണ് ഈ റൂട്ടീൻ തെറ്റുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ ഇഷ്ടമില്ല. അതിപ്പോ ഫുട്ബോളൊക്കെ എത്ര ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാലും അങ്ങനെയാ. ഇപ്പൊ കുറെ ദിവസത്തേക്ക് ഹോസ്റ്റ് ചെയ്യാ, ഗസ്റ്റിനൊക്കെ ഹോസ്റ്റ് ചെയ്യാ, എനിക്ക് അതൊന്നും ഇപ്പൊ തീരെ ഇഷ്ടമല്ലാണ്ടായിട്ടുണ്ട്. എനിക്ക് എവിടെയെങ്കിലും പോവുക, ഹോസ്റ്റിംഗ് മാത്രമല്ല, ഇപ്പൊ എവിടേക്കെങ്കിലും പോവുക. സത്യം പറഞ്ഞാൽ അടുത്ത മാസം 1 വീക്കോളം പോണ്ടേന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴേ എന്തോ പോലെ ആവുന്നുണ്ട്. പക്ഷെ ഓഫ് കോഴ്സ് അതിന്റെ അതർ സൈഡ് ഉണ്ട്, നല്ലൊരു ഹാപ്പിനെസ് ഉണ്ട്, കല്യാണം, കസിൻസ് എല്ലാവരും കൂടെ ഗ്യാതറിങ്. അപ്പൊ കുഴപ്പമില്ല, അതൊക്കെ എപ്പോഴെങ്കിലും വരുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ അതൊക്കെ ചെയ്യാം. പക്ഷെ പൊതുവേ എനിക്കിപ്പോ ആ സ്കെഡ്യൂള് തെറ്റി ജീവിക്കുമ്പോ ഭയങ്കര മെന്റലി ഭയങ്കര സീനാ. ഗിൽട്ട് അടിച്ചിട്ട് ഭയങ്കര സാഡ് ആകും. അപ്പൊ ഇത് ജിഞ്ചർ ഗ്രീൻ ടീ ആണ് കേട്ടോ. ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് കുറച്ച് ബോഡി ഇൻഫ്ലേറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്, ഇൻഫ്ലമേഷൻ ഉണ്ട് പറഞ്ഞിട്ട്. കാരണം നമ്മൾ കുറെ തുമ്മല്ലേ, തുമ്മി മൂക്കൊലിച്ച് തുമ്മി മൂക്ക് തുടച്ച് അങ്ങനെ. അപ്പൊ കണ്ണൊക്കെ ഇങ്ങനെ ഇറുകി മുഖമൊക്കെ ഇങ്ങനെ വെറുത്ത് അങ്ങനെ. അപ്പൊ അതിന് ഏറ്റവും ബെസ്റ്റ് ആണ് ജിഞ്ചർ ടീ ആണ് ബെസ്റ്റ്. അപ്പൊ വെറും ജിഞ്ചർ ഇട്ട് തിളപ്പിക്കണതിന് ഭേദം ഞാൻ അതിൽ കുറച്ച് ഗ്രീൻ ടീ ഇട്ടിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ മാറ്റേണ്ടത്, സംഭവം ഞാൻ 2 നേരം തന്നെ പണ്ടും ഫുഡ് കഴിക്കാറുള്ളൂ. ഡിന്നർ എൻ്റെ വെറും ലൈറ്റ് ആണ്, ഒരു ഗ്രീൻ ടീ പ്ലസ് ഒരു ഡബിൾ ഓംലെറ്റ് അങ്ങനെയൊക്കെ. പക്ഷേ ഇപ്പൊ ഒരു 2 വീക്സ് ആയിട്ട് ജിമ്മ് പോയിരുന്നപ്പോൾ അറ്റ്ലീസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴത്തെ പോലെ 10-11 മണിക്ക് കഴിക്കാറുണ്ട്. അതിപ്പോഴും ഓൾമോസ്റ്റ് അങ്ങനെയൊക്കെ തന്നെ 10-11 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. ലഞ്ച് ഞാൻ ജിം പോയിരുന്നപ്പോ 2-2:30 മാക്സിമം ഒരു 3 മണിന്റെ മുന്നേ കഴിക്കാറുണ്ട്. ഈ ഒരു ഇടയായിട്ട് ലഞ്ച് ഞാൻ സ്ഥിരം കഴിക്കണത് 4 മണിക്ക് ശേഷമാണ്. 4, 4:30, 4:45. ഈവനിങ് നമ്മുടെ സൺസെറ്റ് ആകാറാവുമ്പോ മെയിൻ മീൽ കഴിക്കാൻ പാടില്ല. അപ്പൊ നമ്മളെ ബോഡീനെ കൊണ്ട് അതിന് ഡൈജസ്റ്റ് ചെയ്യാനുള്ള മെറ്റബോളിസം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എല്ലാവരും ഈ ഉച്ചക്കത്തെ ഭക്ഷണം 12 മണിക്ക് 12:30 കഴിക്കുന്നത്. പക്ഷെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് 10:30 ആയതുകൊണ്ട് 2-2:30 ഉള്ളിൽ ഇനി ലഞ്ച് കഴിക്കണം. അത് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോഴേ 1:30 കഴിഞ്ഞു, 1:45 ആവാറായി. ഇന്നലത്തെ മട്ടൻ കറി കുറച്ചിരിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ കുറച്ച് മട്ടൻ അല്ലേ കഴിച്ചുള്ളൂ. ഇന്നലത്തെ മട്ടൻ കറിയും ഇന്ന് ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചു. ദോശയും മട്ടൻ കറിയും അത് നല്ല കോമ്പിനേഷൻ ആയിരിക്കും. അപ്പൊ അത് വേഗം ഉണ്ടാക്കാമല്ലോ, വേഗം ഉണ്ടാക്കി കഴിക്കണം. പിന്നെ ഡിന്നർ ഇൻ ദ സെൻസ് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഒന്നും കഴിക്കാറില്ല. അതാ പ്രശ്നം. ഒന്നും കഴിക്കാണ്ടാവുമ്പോ രാത്രി 10 മണി 10:30 ഞാൻ ലോഗ് ഔട്ട് ചെയ്യുമ്പോൾ എനിക്ക് വിശക്കണം. അപ്പോൾ സുഖി പോപ്കോൺ കഴിക്കുമ്പോൾ ഞാൻ അതിൽ നിന്ന് കഴിക്കും, അല്ലെങ്കിൽ ഞാനേ പോപ്കോൺ ഉണ്ടാക്കി കഴിക്കണു, ചോക്ലേറ്റ് എടുത്ത് കഴിക്കണു. ഡാർക്ക് ചോക്ലേറ്റ് ആണ്, ബട്ട് സ്റ്റിൽ. അപ്പോ എന്തിനാ അങ്ങനെ വിശക്കാൻ വെക്കുന്നുണ്ട്? ഒരു 7 മണിന്റെ ഉള്ളിലായിട്ട് ഒരു ഡബിൾ ഓംലെറ്റ് ഒരു ചായയും കുടിച്ചാ അതായല്ലോ ഡിന്നർ. പിന്നെ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് പുറത്തു പോയി ചായ കുടിക്കൽ കുറച്ച് കൂടുതലായിരുന്നു. പക്ഷെ അതിൽ ഞങ്ങൾ അങ്ങനെ ഹെവി സ്നാക്സ് ഒന്നും അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു ദിവസമൊക്കെയാണ് ഞങ്ങൾ മറ്റേ അൽഫാം ഇതൊക്കെ കഴിച്ചത്. അല്ലാത്തപ്പോൾ അധികം ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 3 ആൾ 4 ആൾ ഉണ്ടെങ്കിൽ 2 പരിപ്പ് വട 2 പഴംപൊരിയൊക്കെ വാങ്ങി ഷെയർ ചെയ്യുക, എല്ലാവരും ഓരോ ബൈറ്റ് ഒക്കെ എടുത്ത്. സോ എന്നാലും ഡെയിലി കഴിക്കുമ്പോൾ അത് ശരിയില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് നോട്ട് ഗുഡ്. പക്ഷേ അത് വർക്ക് ഫ്രം ഹോം ചെയ്യണവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. നമ്മളിങ്ങനെ ഫുള്ള് വീട്ടിലേ ഇരുന്നിട്ട് നമുക്കൊന്നും ഇങ്ങനെ പുറത്ത് പോയാലോ പോകാൻ തോന്നും. അങ്ങനെ ഞാൻ ഇന്ന് വെനസ്ഡേ ആണ്. ഇന്ന് ശരിക്കും തല കുളിക്കേണ്ട ദിവസമായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ വിചാരിച്ച് ഇപ്പൊ ഇന്ന് രാവിലെ മുതലാണ് കുറച്ചുകൂടെ കുറഞ്ഞത്. ഇന്നലെ രാത്രി ഒന്നും മൂക്ക് ഇത്ര തുറന്നില്ല, സൗണ്ട് ഇത്ര വരുന്നുണ്ടായില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നും കൂടെ തല കുളിക്കണ്ട, നാളെ മൂവിക്ക് പോകണ്ടല്ലോ. അപ്പോ ക്ലൂ തരാം, ഐമാക്സിലാണ് പോണത്. ഐ തിങ്ക് എന്റെയും സുഖിന്റെയും ഫസ്റ്റ് ഐമാക്സ് മൂവി ആയിരിക്കില്ല. പണ്ട് കണ്ടുണ്ട് തോന്നുന്നു. പക്ഷെ ഇത്ര ചാർജ് ഒന്നും ഇല്ലാത്തപ്പോ, ഒരു 500-600 ഒക്കെ ഉള്ള റേഞ്ചിലുള്ളപ്പോ ഞാൻ ഏതോ ഒരു മൂവി കണ്ടിട്ടുണ്ടോ എന്നൊരു ഡൗട്ട്, 1-2, ഐ ഡോണ്ട് റിമെമ്പർ.
നാളെ ഐമാക്സ് ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് റെഡി ആയിട്ട് പോകാം. അപ്പം നാളെ തല കുളിച്ചിട്ട് അങ്ങനെ പോകാം. നാളെ തേഴ്സ്ഡേ, പിന്നെ ഫ്രൈഡേ ജിമ്മിൽ പോകണം, സാറ്റർഡേ ജിമ്മിൽ പോകണം, സൺഡേ ജിമ്മിൽ പോകണം, മൺഡേ റെസ്റ്റ് എടുക്കാം. അങ്ങനെയല്ലേ? നോക്കാം. അല്ലെങ്കിൽ അടുപ്പിച്ച് എന്നും പോകും. ഇപ്പൊ ഇത്ര ദിവസം റെസ്റ്റ് എടുത്തില്ല, ഇനിയിപ്പോ എന്തിനാ റെസ്റ്റ് എടുക്കണം, കണ്ടിന്യൂസ് ചെയ്യാൻ. അതെ, നിങ്ങൾ ആരും ഒന്നും വിചാരിക്കരുത് കേട്ടോ ഞാനിങ്ങനെ കുറെ ഇരുന്ന് സംസാരിക്കണത്. എനിക്ക് ഭയങ്കര ഇഷ്ടം സംസാരിക്കാൻ. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. അങ്ങനെയുള്ള എനിക്ക് ഡിഫറെന്റ് ഷിഫ്റ്റിലുള്ള ഒരു പാർട്ട്ണറിനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോ പകല് ഫുള്ള് അവൻ കിടന്നുറങ്ങും, രാത്രി ഞാൻ കിടന്നുറങ്ങും. എനിക്ക് സംസാരിക്കാൻ പറ്റണില്ല. എനിക്കൊന്നും വേണ്ട. ഞാൻ ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോ എനിക്കിവിടെ ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ അപ്പൊ ഇങ്ങനെ കഥ പറഞ്ഞ് വർക്ക് ചെയ്യാം. ഞാൻ ഇടയ്ക്ക് സോറോന്റെ റൂഫിന്റെ ഒക്കെ കൂടെ വർത്താനം പറഞ്ഞു നോക്കും. അവർക്ക് ബോറടിക്കും, അവർ കിടന്നുറങ്ങും. പിന്നെ അടുത്ത കാര്യം ഞാൻ ശ്രദ്ധിക്കേണ്ടത്, ഈ ഡെയിലി 4 മണി വരെ ഇരുന്നിട്ട് എനിക്കിപ്പോ രാത്രി 1 മണിയാവാണ്ട് ഉറക്കം വരുന്നില്ല. അത് മാറ്റണം. 10:30 ലോഗ് ഔട്ട് ചെയ്താല് 11:30 ഞാൻ ബെഡിൽ എത്തിണ്ടാവണം. കാരണം ആ 1 അവർ എനിക്ക് വേണം. എന്താണെന്ന് വെച്ചാൽ കിച്ചണിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റി വെക്കാനും അടുത്ത ദിവസത്തേക്കുള്ള സോക്കിങ് അങ്ങനെയുള്ള കുറെ പരിപാടി ഉണ്ടാവും. അപ്പൊ ആ 1 പിന്നെ ഫ്രഷ് ആകണമല്ലോ, ഫ്രഷനപ്പ് ആയി നൈറ്റ് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് എന്നിട്ട് ബെഡിൽ 11:30 എത്തണം. പിന്നെ എനിക്ക് പെട്ടെന്ന് ഉറക്കം വരാനുള്ള ഒരു സൂത്രമുണ്ട്. അത് നിങ്ങൾക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക്. ബട്ട് ഇംഗ്ലീഷിൽ ഇങ്ങനെ വെക്കണം. പോഡ്കാസ്റ്റ് ആണ്, തമിഴോ മലയാളമോ ഒന്നും വെക്കരുത്. ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ്, അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് അല്ലാത്തത് വെക്കുക. ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആകുമ്പോൾ നമ്മളത് കൂടുതൽ ശ്രദ്ധിക്കും. അങ്ങനെയല്ല പറയണത്. ഒരു സൂത്തിങ് ആയിട്ടുള്ളത്. ഞാൻ അധികം കേൾക്കാറ് മോട്ടിവേഷണൽ, ഇൻസ്പിറേഷണൽ, ഹെൽത്ത് ടിപ്സ്, ഇങ്ങനത്തെ ഒക്കെ കുറെ പോഡ്കാസ്റ്റുകൾ ആണ് ഞാൻ രാത്രി വെക്കുക. അതൊരു 1 അവർ ഡ്യൂറേഷൻ ഉണ്ടാവും. 1 അവർ ഓട്ടോ പ്ലേ ഇല്ല. അപ്പൊ 1 അവർ ആകുമ്പോൾ തന്നെ ഓഫ് ആയിക്കോളും. ഞാൻ 1 അവറിന് പഴയ ഫോണിലത് ഇട്ടിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കും. അത് കേട്ട് സത്യം പറഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് 10 മിനിറ്റ്സ് പോലും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ ഉറങ്ങാറുണ്ട്. സോ ഇറ്റ്സ് എ ഗുഡ് തിങ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, ഉറക്കം വരുന്നില്ല. ആഞ്ഞു പിടിച്ചപ്പോ 3:05 ഞാൻ അത് ലഞ്ചായിട്ട് ഇരിക്കാൻ പോണുണ്ട്. ഇന്നത്തെ ലഞ്ച് പറഞ്ഞാല് 2 ദോശ, മട്ടൻ കറി, കുറച്ച് ഫ്രിഡ്ജിലുണ്ടായിരുന്ന തേങ്ങാ ചമ്മന്തി, ബിണ്ടി ഫ്രൈ, മീൻസ് വെണ്ടക്ക ഉപ്പേരി. ഇതുണ്ടാക്കാൻ നിന്നുകൊണ്ടാണ് ഇത്ര സമയത്ത്. ഇല്ലെങ്കിൽ 2:45 കഴിക്കാറുന്നത്. ഇനി ഇതുപോലെ ട്രൈ ചെയ്ത് നമുക്ക് 2:30 ആക്കണം. ദാറ്റ്സ് ദ ടാർഗറ്റ്. സോ ലെറ്റ് മീ ഹാവ് ദ ലഞ്ച്. നോക്ക്, ഈ ഫുട്ബോളിന്റെ സ്ഥാനം നോക്ക്, ടേബിളിന്റെ മുകളിലാണ്. വേറെ ഒന്നും കൊണ്ടുമല്ല, പുതിയതാണ്. പ്ലസ് സോറോ കണ്ടു കഴിഞ്ഞാൽ അത് വിടൂല. അപ്പം ഞങ്ങൾ അതിനെ മാറ്റി വെച്ചേക്കാണ്. ഓക്കെ, ഞാൻ കഴിക്കട്ടെ. Every night shift person will have some kind of a GI symptoms coming to my office. You eat at 7, sleep at 10, wake up at 6, 7. Today's evening walk is at new place. ഞങ്ങള് മഴയുള്ള സ്ഥലത്തുനിന്ന് ഒഴിവായി വന്ന് മഴയില്ലാത്തോടത്ത് കൊണ്ടുപോവാ പറഞ്ഞു വന്നതാ. പക്ഷെ ഇപ്പൊ ഇവിടെ ലൈറ്റായിട്ട് മഴ ചേരാൻ തുടങ്ങി. ഇതൊരു ഒഴിഞ്ഞു കിടക്കണ ഗ്രൗണ്ട്. ഇവിടെ ആരുമില്ല. നല്ല മഴ വരുന്നുണ്ട് ഇനിയും. ഇതാ ഒരു കൊടക്കീഴിൽ 3 പേര്. ചെല്ല്, വേഗം പണി സാധിക്കും സോറോ. ഗോ ഫാസ്റ്റ്, ഗോ. എല്ലാം നല്ല കിടന്ന് മെതിച്ചിട്ട് എന്റെ പൊന്നെ ചെളി നോക്ക്. അയ്യയ്യേ റൂഫി മൊമോ, അത് അടുത്ത ആള് റൂഫി. നല്ല എൻജോയ് ചെയ്തില്ലേ? നല്ല ആർമാദിച്ച് കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. സോറോന് അത്ര ആയിട്ടില്ല തോന്നണില്ലേ? സോറോന് അത്ര ആയിട്ടില്ല. സോറോ ഇമ്പോർട്ടഡ് VVIP. Yeah, I'm like VVIP. मोमो हाँ वो ज्यादा ले लो यूज करने के लिए ना. हाँ तो फिर से कॉल करेंगे.
सीरियस उस समय फ्री कॉल्स भी हाँ, 1 rupee. 1 रुपया. So I used to call him and talk. चा भी आ रहा है और आई थिंक सुगेश भी आ रहा है. चा भी और सुगेश का वर्ग आप नहीं आ रहे? मैं और नहीं ठीक है. So I was talking to that guy. हाँ. Last minute he was like, "Chutney, it's not happening. Why are you doing this?" I love it. But when I explained, do you know her? When did you see her? You have not seen her. So I started consoling that guy. He was like, "Brother, you are very nice." आपके पास इतना फ्री I टाइम was है. explaining him like, "Don't fall into these things, man. Why are you wasting your time?" Go and study. No, this happened in our college time also. Our number will get spread, okay, everywhere. Some random people will They're call. very Then common. if we are not talking nicely to them, we will start writing our numbers in public platforms like bus में, walls में, like that all. Then और मुश्किल हो जाएगा. പുറത്ത് പോയി ചായ കുടിച്ചെങ്കിൽ കൂടിയും ഇന്ന് ഞാൻ എൻ്റെ കറക്റ്റ് ടൈം പറഞ്ഞാൽ 7:30 ഡിന്നർ കഴിക്കാൻ വിചാരിച്ചു. ഒരു ഡബിൾ ഓംലെറ്റ് വിത്ത് നല്ല പെപ്പറൊക്കെ ഇട്ടിട്ട് പിന്നെ ഒരു നല്ല കോഫിയും. ഇതാണ് എൻ്റെ ഇന്നത്തെ ഡിന്നർ. പിന്നെ നമ്മൾ ലോഗ് ഔട്ടിൻ്റെ മുന്നേ ആയിട്ട് ഒരു ഹെർബൽ ടീയും കൂടെ, ഒരു ജഗ് ഹെർബൽ ടീയും കൂടെ കുടിക്കാം. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ ട്രാക്കിൽ വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്ന് 11 മണി 11:30 ആകുമ്പോഴത്തേന് ബെഡിൽ പോകണം. കാരണം നാളെ നേരത്തെ എണീക്കാനുണ്ട്. നാളെ 6 മണിക്ക് എണീക്കണം, 6-6:30. അപ്പോൾ നേരത്തെ കിടക്കണം. ഇന്ന് നല്ല തലവേദന ഉണ്ട്, അതൊന്നും ഉറങ്ങിയാൽ ശരിയാക്കും. Scheduling is a number of things. It's understanding the market, it's understanding the requirements from our customers. It's about filling the sweet shop, so our window. അങ്ങനെ ഞാൻ ബുദ്ധയ്ക്ക് ചുറ്റും ലൈറ്റ് സെറ്റ് ചെയ്തല്ലോ. ഹൗ ഇസ് ഇറ്റ്? സൂപ്പർ ആയിട്ടില്ലേ? ഇപ്പൊ ടിവിന്റെ ലൈറ്റ് ഉണ്ട്, അതും കൂടെ ഇല്ലെങ്കിൽ ഇനിയും നന്നായിട്ട്. ഹലോ ഗൈസ്. സോ ഇന്നത്തെ വീഡിയോന് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ന് ഡേ 30 ആണ്. നമ്മൾ 1 month സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പിന്നെ ഇന്ന് നമുക്ക് ഇത് കുടിച്ചോണ്ട് സംസാരിക്കാം. ഇതൊന്നുമല്ല, ഞാൻ എൻ്റെ ഉറക്കമൊക്കെ കറക്റ്റ് റൂട്ടിൽ കൊണ്ടുവന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഇത് കുറച്ച് പാല്, സ്ലിം മിൽക്ക് അടുത്തുള്ളത്, പാല് ചൂടാക്കി അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഹൽദി, പിന്നെ കുറച്ച് ഗീ ഇതിട്ടിട്ട് നമ്മൾ കുടിക്കുകയാണ്. നല്ല ഉറക്കം വരാനൊക്കെ നല്ലതാണ്. സോ ഇന്ന് മുതൽ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് നോക്കണം പറഞ്ഞിട്ടുണ്ട്. കാരണം ഫുള്ളെല്ലാം താറുമാറായിട്ട് കിടക്കുവാണ്. പിന്നെ വേഗം കിടക്കണം. ഇപ്പോൾ കറക്റ്റ് 11 മണിയായി. ഞാൻ പറഞ്ഞ പോലെ 11:30 ആകുമ്പോഴത്തേനും എനിക്ക് ബെഡിലെത്തണം. ഇത് കുടിക്കുക, ഫ്രഷ് ആകുക, കിടന്നുറങ്ങാം. ഇന്ന് അത്രേ ഉള്ളൂ. പോഡ്കാസ്റ്റ് ഒക്കെ വെച്ചിട്ട് കിടന്നുറങ്ങണം. ഇനി മുതൽ ഉറക്കത്തിൽ കോംപ്രമൈസ് പാടില്ല. കസിന്റെ കല്യാണം വരെ കണ്ണിന്റെ അടിയിലൊക്കെ കറുപ്പ് കളറായി ഫുട്ബോൾ കാരണം. അതൊക്കെ മാറ്റിയെടുക്കണം നീ നമുക്ക്. അപ്പോൾ ഇന്ന് നമുക്കൊരു കോട്ട എടുക്കാട്ടോ. ഇതിന്ന് റെഡ് എടുത്തിട്ടുണ്ട് ഞാന്. റെഡ്. ടു ബി എ സ്റ്റാർ യു മസ്റ്റ് ബേൺ. മനസ്സിലായ? സത്യം തന്നെ. അപ്പൊ നിങ്ങൾക്ക് ഒരു സ്റ്റാർ ആകണമെങ്കിൽ നിങ്ങൾ കത്തണം. ഇപ്പൊ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഫുള്ള് തീ കൊണ്ടാണ്, ലൈറ്റ് കൊണ്ടാണ് എന്നൊക്കെ പറയുമല്ലോ. അതേപോലെ നിങ്ങൾക്ക് ഒരു സ്റ്റാർ ആകണമെങ്കിൽ നിങ്ങൾ ആദ്യം ബേൺ ചെയ്യണം. അതിനൊരു കുഞ്ഞ് എക്സാമ്പിൾ പറയാം ഞാൻ. ഇപ്പൊ യൂട്യൂബ് തന്നെ എടുക്കാം. ഓക്കെ, യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ആരും എന്താ അങ്ങനൊന്നും പറയണില്ല സ്പെസിഫിക് ആയിട്ട്. പക്ഷെ എനിക്ക് കുറേ ഭയങ്കര എന്താ പറയുക ഹേർട്ടിങ് ആയിട്ടുള്ള കുറേ കമന്റ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് യൂട്യൂബ് വീഡിയോസിലൊക്കെ. അപ്പൊ അന്നൊക്കെ ഞാൻ ഫുൾ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാനിനി യൂട്യൂബ് ഒന്നും വെക്കില്ല, ഞാൻ നിർത്തുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. അന്ന് സുഖിയാണ് എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്തത്. യൂട്യൂബ് അല്ലേടി, നീ ആ കമന്റിന് ഡിലീറ്റ് ചെയ്തിട്ട് ചാനൽ റിപ്പോർട്ട് അടിക്കുക, പിന്നെ അവർക്ക് നിന്റെ വീഡിയോ കാണാൻ പറ്റില്ല. ബട്ട് അവർ ഇനി വന്നിട്ടിരിക്കും ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ടാക്കിയിട്ടൊക്കെ. പക്ഷെ നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോകുമ്പോൾ ഇതൊക്കെ നേരിടാൻ റെഡി ആയിട്ട് തന്നെ പോകണം പറഞ്ഞ്. നമ്മളെ ഇഷ്ടപ്പെടുന്നവർ തന്നെ ചിലപ്പോൾ ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഡിസ്ലൈക്ക് അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ നമ്മൾ ഹേർട്ടാകും. സോ അതൊക്കെ നമ്മൾ ഓവർകം ചെയ്തെങ്കിൽ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ.
അപ്പൊ നമുക്ക് സക്സസ്ഫുൾ ആകണമെങ്കിൽ കുറച്ച് വേദനിക്കേണ്ടിയും വിഷമിക്കേണ്ടിയും ഒക്കെ വരും. സോ പിന്നെ അതേപോലെ തന്നെ ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഇതൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ സപ്പോർട്ട് കിട്ടും എന്ന് വിചാരിച്ചിട്ടുണ്ടാവുന്ന നമുക്ക് കുറച്ച് ആൾക്കാരുണ്ടല്ലോ, നമ്മൾ ക്ലോസ് സർക്കിൾ ആകാം, എന്തോ ആകാം, അവരുടെ അടുത്ത് നിന്നൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. അപ്പൊ അന്നൊക്കെ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. എന്താ സുഖി, നമ്മളിങ്ങനെ തുടങ്ങി, അത് ഇൻകം ഒന്നും വരണമൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ഇടുന്നുണ്ടെന്നുള്ളൂ. പക്ഷെ എന്നിട്ട് പോലും നമുക്ക് ആരും സപ്പോർട്ട് ചെയ്യണില്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ട്. പക്ഷെ അന്നും ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചത് ഇത് തന്നെയാണ്. ഒരു പക്ഷെ നമ്മൾ അറിയണ ആൾക്കാരെക്കാളും അറിയാത്ത ആൾക്കാരുടെ സപ്പോർട്ടാവും നമുക്ക് കൂടുതൽ കിട്ടുക. പക്ഷെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് ക്ലോസ് സർക്കിളിനേക്കാളും കൂടുതൽ അറിയാത്ത ആൾക്കാരൊക്കെയാണ് കമന്റ് ഇടുന്നതും, പിന്നെ നമ്മൾ പോകുമ്പോൾ ഓരോന്നൊക്കെ നമ്മളെ വണ്ടി ഐഡന്റിഫൈ ചെയ്തിട്ടായാലും കമന്റ് ഇടും, ഞങ്ങൾ നിങ്ങളെ വണ്ടി കണ്ടു പറഞ്ഞിട്ട് കുറെ വ്യൂ കിട്ടുന്നുണ്ട്. ഇപ്പൊ എനിക്ക് എന്റെ അനലിറ്റിക്സ് എടുത്ത് നോക്കിയാൽ അറിയാം, എന്നെ സബ്സ്ക്രൈബ് ചെയ്തതിനേക്കാളും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുടെ വ്യൂസ് ഒക്കെയാണ് കിട്ടുന്നത്. അറിയണവരാവാം, അറിയാത്തവരാവാം, അറിയില്ല, എങ്ങനെയായാലും. പക്ഷെ ഇങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ നമുക്ക് വരും നമ്മൾ ഏതൊരു കാര്യം ചെയ്യുകയാണെച്ചെങ്കിലും. അപ്പോ അതെല്ലാം ഫേസ് ചെയ്ത് അതൊക്കെ ഓവർകം ചെയ്തിട്ട് വന്നെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സക്സസ് കിട്ടുള്ളൂ. ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ ഇപ്പൊ വായിൽ വന്നത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതേപോലെ തന്നെ നമ്മളെ ജോബിന്റെ കാര്യമായാലും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലാണ്ട് ഗ്രോ ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് പ്രൊമോഷൻസും ഇതൊക്കെ കിട്ടണമെങ്കിൽ മാനേജേഴ്സിനായിട്ട് ഭയങ്കര ഹായ് ഹോയ് പറഞ്ഞു നിന്നാൽ മതി. പക്ഷെ ഞാനൊന്നും അങ്ങനെ നിൽക്കുന്ന ആളെയല്ല. ഞാനൊക്കെ ഇഷ്ടമല്ലെങ്കിൽ അത് ഇഷ്ടമല്ല എന്ന് തന്നെ പറയും. അതെന്റെ മുഖത്തേ ഉണ്ടാകും. പിന്നെ സോപ്പിടാൻ വേണ്ടിയിട്ട് ഓവറായിട്ട് കാര്യങ്ങൾ ചെയ്യാനൊന്നും എനിക്കിഷ്ടമല്ല. ഞാൻ എൻ്റെ ലിമിറ്റ്, എനിക്കൊരു ലിമിറ്റ് ഉണ്ട്, അതെന്നെ കുറച്ച് കൂടുതൽ, അതാ പ്രശ്നം. ഞാൻ ഓവറായിട്ട് ചെയ്തിട്ടേ ഇരിക്കും. അപ്പൊ ഞാൻ അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ടൊക്കെ കിട്ടിയിട്ടുള്ള സക്സസ് ആണ് എൻ്റെ ലൈഫിലുള്ളത്. അപ്പോ ആ സമയത്ത് നമുക്ക് ഒരുപാട് ശത്രുക്കൾ വരും. കൊളീഗ്സ് ആകട്ടെ, മാനേജേഴ്സ് ആകട്ടെ, അവരുടെ അടുത്തു നിന്നൊക്കെ നമുക്ക് കുറെ കേൾക്കും, കിട്ടും, അതൊക്കെ ഉണ്ടാകും. പക്ഷെ എന്നാലും നമ്മൾ വിട്ടുകൊടുക്കാണ്ട് പൊരുതി കഴിഞ്ഞാൽ നമുക്കൊരു ദിവസം സക്സസ് വരും. സോ ട്രൂത്ത് വിൽ നെവർ ഫെയിൽ അല്ലേ. അപ്പൊ അത് അങ്ങനെ നിന്നാൽ മതി. ഇനി കുറെ ഭാരിച്ച കാര്യങ്ങൾ ഈ പാതിരാത്രിക്ക് ഞാൻ പറയാനില്ല. ഇത് കുടിച്ചു കഴിഞ്ഞു, അത്ര ടേസ്റ്റ് ഒന്നുമില്ല. ഇത് വെച്ചുകൊടുത്തപ്പോൾ സോറോ ഫിനിഷ് ചെയ്യും, കാരണം അതിൽ ഗീ ഉണ്ടല്ലോ. ഇപ്പൊ ഇനി ഞാൻ പോയിട്ട് ഫ്രഷ് ആകണം, വേഗം കിടന്നുറങ്ങണം, രാവിലെ നേരത്തെ എണീക്കണം. ഒരു 6-6:15 അലാം വെച്ച് എണീക്കണം. 7 o'clock ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. ഞങ്ങൾ നാളെ ഒരു സ്ഥലം പോകുന്നുണ്ട്, അത് നാളത്തെ വീഡിയോയിൽ പറയാം. ഓക്കെ, സോ നമുക്കിനി നാളെ 31st ഡേ വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, ഗുഡ് നൈറ്റ്, love you all, bye bye, tight hugs, bye.